കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ചോദിക്കട്ടെ, കുട്ടിക്കാലം കുഞ്ഞു തൊട്ടേ അഭിനയത്തിലേക്ക് വന്ന ഒരാളാണ്. അതെ അതെ, കുഞ്ഞു തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പം അതിൽ ഒരു ആ കത്തനാരെ കൂടെ ഈ അനാഥാലയത്തിൽ കുറച്ച് കൊച്ചു കുട്ടികൾ നിൽക്കണം. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ അവിടുത്തെ ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ചേട്ടൻ വന്നിട്ട് കുറച്ച് പേരെ എടുത്തുകൊണ്ട് പോയി. അപ്പം ആ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നൊരു 10-12 പേര് ആ കുട്ടികളായിട്ട് അവിടെ ചെന്നതിൽ ഡയലോഗ് പറഞ്ഞപ്പോൾ പ്രോമിറ്റിങ് കേട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു സീന് തന്നപ്പോൾ എനിക്കത് കാണാതെ പഠിച്ച് പറയാൻ പറ്റി. അന്ന് അതിൻ്റെ ഡയറക്ടർ TS ഐസാറാണ്. സോ അന്നത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനോട് വലിയൊരു പാഷനോ അങ്ങനെ ഒന്നും ഇല്ല. അന്ന് അറിയുന്ന പ്രായമൊന്നുമില്ല. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. പക്ഷെ അത് അഭിനയിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് സ്കൂളിൽ വന്ന് ഈ ഏഷ്യാനെറ്റിൽ കടമറ്റത്ത് കാണാത്ത ആരുമില്ല. സോ അത് തിരിച്ച് വന്ന് ടീച്ചർമാരൊക്കെ കണ്ടിട്ട് അതുവരെ നമുക്ക് കിട്ടാതിരുന്നൊരു സാധനം ടീച്ചർമാരൊക്കെ നമ്മൾ കാണാം. ആ സീരിയൽ നമ്മൾ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞത് ഇതിനോടൊരു ഭയങ്കരപ്പെട്ടൊരു തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പം. അതാ ഒരു ചെറിയ സീനാണ്, പക്ഷേ അത് കണ്ടപ്പോൾ അന്ന് ആ സീരിയൽ എല്ലാവരും കാണുന്നവരായതുകൊണ്ട് ആ സീരിയൽ കണ്ട ആ ഒരു സീൻ കണ്ട് ആ സമയത്ത് അധികം സീരിയൽസ് ഇല്ല. ആ സമയത്ത് ഇല്ല, പക്ഷെ കടമറ്റത്ത് കത്തനാന്ന് പറഞ്ഞ സീരിയൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ അതിൽ അന്നൊരു ചെറിയ വേഷം ചെയ്തിട്ട് സൈസാർ പറഞ്ഞു ആ പയ്യൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എനിക്കും നമ്മളെ കൊണ്ട് നമുക്ക് പഠിക്കാൻ വലിയ കഴിവില്ലെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചു നമ്മുടെ ട്രാക്ക് ഇതാണ്. നമുക്ക് ഇപ്പം നമ്മൾ ദൈവം പറയില്ലേ എല്ലാവർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തുവിടും. അപ്പോൾ എൻ്റെ ഉള്ളിലെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തണം, സ്വയമായിട്ട് നമ്മൾ കണ്ടെത്തണം. അപ്പം അന്നേരം അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനുള്ളൊരു പ്രായം പോലും അല്ല എനിക്ക്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാൾ വേണമല്ലോ, അങ്ങനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത് ഞാൻ ഇതുപോലെ ഈ കത്തനാരായണൻ്റെ ആദ്യത്തെ ഒരു ഫ്രെയിം അതിനകത്ത് ഒരൊറ്റ ഡയലോഗ് കിട്ടി. അതിനുശേഷം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് മനോജ് ശ്രീലകം, നമ്മളിപ്പോൾ പഞ്ചാഗ്നി ഡയറക്ടർ. പുള്ളി അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ അടുത്ത് എന്നെ ഓരോ സീരിയലുകളിൽ കൊണ്ടുപോകുന്നതും എനിക്ക് അത്യാവശ്യം ആ ഒരു ഡയലോഗിൽ നിന്ന് ഇച്ചിരിയൊക്കെ ഒരു 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു പേര് പറഞ്ഞു വിളിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ തന്നു തുടങ്ങിയത് പുള്ളിയാണ്. പുള്ളിയോടുള്ള ഒരു നന്ദിയും കിടപ്പാടെന്ന് എനിക്ക് ഇപ്പോഴും വാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്നും സാറിൻ്റെ ഒരു ഫോൺ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അറ്റൻഷനാണ്. ആ ബഹുമാനം അതെനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് വരുന്നതാണ്. അതിപ്പോൾ സാറിൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നില്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. കാരണം നമുക്കൊരു ലൈഫ് വന്നൊരു വ്യക്തിയാണ്. ഇന്നും എനിക്ക് ആ സീരിയൽ ആകാശം എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ സാറിൻ്റെ വാക്കിന്നൊരു ഗുഡ് കേൾക്കാൻ സാർ ചില സീനുകളൊക്കെ ഓക്കെ ആകുമ്പോൾ സാർ വരുന്നു ഗുഡ് ഈ ഗുഡ് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും ഇപ്പോഴും. ഇന്നലെ അഭിനയിച്ച ഒരാൾക്ക് സാർ ഒരു ഗുഡ് പറഞ്ഞു, എൻ്റെ പേരായിട്ട് ചെയ്യുന്നൊരു കുട്ടി. അപ്പം ഒന്നല്ല 2-3 ഗുഡ് പോയി കിട്ടും. അപ്പം ഞാനിവിടെ പറഞ്ഞു എനിക്ക് ഗുഡ് കിട്ടുന്നില്ല എന്നൊരു സാധനം എനിക്ക് തോന്നി. അപ്പം ഞാൻ ഗുഡ് കിട്ടാൻ വേണ്ടി ഒരു സാധനം ചെയ്തു, പക്ഷെ എനിക്ക് ഗുഡ് കിട്ടിയില്ല. നോർമലായിട്ട് വേറെ സാധനം ചെയ്തു, പക്ഷെ അതിന് സാറ് ഗുഡ് പറഞ്ഞു. അപ്പം ചില സാധനങ്ങൾ സാറിന് കേൾക്കാൻ ഇപ്പോഴും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിന്നെ നമ്മുടെ ഈ ക്യാമറയ്ക്ക് മുമ്പ് കൊണ്ടുവരുന്ന ആള് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് മോനെ നീ ചെയ്ത സാധനം കൊള്ളടാ എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര. അതെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പഠിത്തത്തിനൊക്കെ വളരെ പുറകോട്ടാണ് ഞാൻ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പഞ്ചാഗ്നിയില് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുള്ള സീരിയലുകളിൽ ഒരു സീരിയലാണ് പഞ്ചാഗ്നി അല്ലേ? 1-2 സീരിയൽ വേറെ ചാനൽസിലും ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ക്യാരക്ടേഴ്സ്. അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യം ഒരു 3-4 ഫാമിലീസിന്റെ കഥ അതിനകത്ത് വരുന്നു കേട്ടോ. പഞ്ചരത്നം, അതുപോലെ ഈ സഹദേവൻ ഫാമിലി, അതുപോലെ പിന്നെ കാർത്തിക അപ്പച്ചി ഫാമിലി, അങ്ങനെ 3-4 ഫാമിലീസ്. ഞാൻ ഇതിനകത്ത് സഹദേവൻ ഫാമിലിയാണ്. അതായത് നായികയുടെ അമ്മയുടെ സഹോദരന്റെ ഫാമിലിയാണ്. ഞാനും അനൂപ് സൂര്യൻ ബ്രദേഴ്സാണ് പഠിക്കുന്നത്. സുമേഷ്, ആകാശ്. ഡാഡി എന്ന് വിളിച്ചത് ആക്ച്വലി എൻ്റെ അച്ഛനായിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന സജിയേട്ടനാണ്. പുള്ളി ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കം, അതായത് ഫസ്റ്റ് സീൻ അഭിനയിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഡാഡി എന്ന് തന്നെയാണ്. അച്ഛാന്ന് അതിൽ വിളിക്കും, പക്ഷെ ഡാഡിന്ന് സ്നേഹം കൊണ്ട് ആത്മാർത്ഥമായിട്ട് വിളിച്ച് പോകുന്നതാണ് ഡാഡി. ഇപ്പോഴും വിളിച്ചാലും ഡാഡി, ലൊക്കേഷൻ ഇന്നാലും ഡാഡി, മമ്മി, അങ്ങനെ തന്നെയാണ് എപ്പോഴും വിളിക്കാറ്. അനു വിളിച്ച അച്ഛാന്ന് വിളിച്ച ഡാഡിന്ന് വിളിച്ചത്. അല്ല, ഞങ്ങൾക്ക് രണ്ട് വ്യത്യാസമായിട്ടാണ് സംസാരിച്ചു അവിടെ. ഞാനത് കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അല്ല, ഞങ്ങൾക്ക് 2 പേർക്കും പുള്ളി അത്രയും ഫ്രീഡം. നമുക്കിപ്പം ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കയറി വിളിക്കാൻ പറ്റില്ല. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഞങ്ങളെ കാണുന്ന മക്കളായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക്
തിരിച്ച് പുള്ളി റെസ്പോണ്ട് ചെയ്യുന്ന രീതി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി നമ്മൾ അത്രയും കാര്യമായിട്ട് തന്നെയാണ് പുള്ളിയും കാണുന്നത്. അതുകൊണ്ട് നമുക്ക് വിളിക്കാനൊരു മടിയില്ല, ഡാഡി ഡാഡി എന്ന് എവിടെ വെച്ച് തന്നെ വിളിക്കാനും മടിയില്ല. ഇന്നിവിടെ ഇപ്പോൾ റോഡിൽ വെച്ച് പുള്ളിയെ കണ്ടാലും ഡാഡി എന്ന് പോയി കെട്ടിപ്പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പുള്ളി തന്നിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര എപ്പിസോഡ്സ് ആയത്? 64. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2 months 3 months ഓൾമോസ്റ്റ് 3 months ആയിട്ടുണ്ട്. 3 മാസം ആകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോണ്ടിങ് കാണും. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്ത അനുവിൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ താങ്കളാണ് അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി താങ്കളത്തെ കുറച്ച് കാര്യം ചോദിക്കട്ടെ, ഈ മാളിലൊക്കെ പോകുമ്പോൾ എങ്ങനെ? മാളിലേക്ക് പോകുമ്പോൾ എന്താ ഉദ്ദേശം? നേരത്തെ അനൂപ് അങ്ങോട്ടേ സംസാരിക്കുമെന്ന് പറഞ്ഞു, താങ്കൾ മസിൽ പിടിച്ച് പോകുമെന്ന് പറഞ്ഞു. ഇല്ല, അത് ഞാൻ നേരത്തെ ഇവിടെ കളിയാക്കിയതാണ്. എങ്കിൽ കൂടിയും ഞാനത് അവനിൽ കാണുന്ന അവന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ അവനിൽ കാണുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാളടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയി മിണ്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഷൈ ആണ്. ഭയങ്കര ഷൈ ആണ്. എന്നാൽ ചില സമയത്ത് ഷൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കുക, അതല്ലാണ്ട് എനിക്ക് ഒരാളടുത്ത് അങ്ങോട്ട് പോയി മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചിന്തിക്കും, എന്താന്ന് വെച്ചാൽ സുഖമാണോ? സുഖമാണ് ചേട്ടാ. അല്ലാണ്ട് തിരിച്ച് ചേട്ടന് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും അത് അഹങ്കാരമല്ല ചേട്ടാ, എനിക്കൊരു മടിയാണ്, എനിക്ക് പരിചയമില്ല പുള്ളിയെ. പക്ഷേ അത് അവനെ സംബന്ധിച്ചാണെങ്കിൽ, ഞാൻ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 1 month ആത്തായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇതുവരെ പോയ സമയത്ത് സ്കെച്ചേഴ്സിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പം ഒരു 2 അമ്മമ്മമാർ എന്നെ നടന്നു വന്നു. അപ്പം ഞാനും ഇവനും സച്ചിനും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങളെ കണ്ടു, ആ മോനെ ഞങ്ങൾ സീരിയലൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ എന്തിൽ സംസാരിച്ചു. അപ്പം ഞാൻ ശരി അമ്മ പറഞ്ഞിരുന്നു. അത് അടുത്ത മൂന്നിൽ ഇവനെ കാണുകയാണ്. ഇവനെ കണ്ടപ്പം അയ്യോ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇവൻ അവിടെ ചെന്നിരുന്ന അങ്ങ് സംസാരം തുടങ്ങി. ഞങ്ങൾ നോർമലിലും അനുവിന്റെ സംസാരിച്ചു തുടങ്ങിയപ്പം പുള്ളിയുടെ അടൂരാണ് അവരുടെ വീട്. പിന്നെ ഇവർ മറ്റേ കോവിലിലെ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുക, അവിടെ ഉത്സവത്തിന് വരാറുണ്ട്, മറ്റേത് മറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ മാറി എന്നിട്ട് ഡേ പോണം വാ, ഇത്രയും സമയം. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവൻ ഇപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യത്തിന് പോയാൽ പോലും നമ്മളാണെങ്കിൽ ചേട്ടാ അത്യാവശ്യം പോട്ടെ, അവനത് പറയത്തില്ല. അവൻ അങ്ങനെ ഒരു മടിയില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവനെ ഞാൻ കളിയാക്കുന്നുണ്ടെങ്കിലും അത് അവൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. അവൻ അങ്ങനെ മറ്റുള്ളവരുടെ വേണ്ടി സംസാരിക്കാൻ സമയം കണ്ടത് അത് വലിയൊരു കാര്യമാണ്. എന്നെ കൂടെ പറ്റാത്തൊരു പരിപാടിയാണ്. അല്ല, അതെന്ന് പറയുന്നത് ഒന്നാമത് അനു ആങ്കറാണ്. അപ്പം സംസാരിക്കാൻ ഒട്ടും പഠിപ്പിക്കണ്ട, അത് നല്ലതുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഞാൻ പ്രേക്ഷകരോട് വരാൻ കിരൺ പാവമാണ്, അടുത്ത് പോയി സംസാരിച്ചോളൂ, അടുത്ത് പോയി സംസാരിച്ചാൽ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ, ഷൈ ആണ്. കഥാപാത്രത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം റീച്ച് ആവുന്നൊരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നതിനകത്തല്ലേ? തീർച്ചയായിട്ടും. അതിപ്പം സുമേഷ് ആയിരുന്നാലും ആകാശ് ആയിരുന്നാലും ഞങ്ങളിപ്പം റീസെൻ്റ്ലി ഒരു സീൻ എടുത്തു. അപ്പം ഞാൻ അമ്മ എന്ന് പറഞ്ഞ സിന്ധു ചേച്ചിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ്. ഞങ്ങൾ കുറച്ച് ഒരു 10 minute 20 minute ആവും. ഞങ്ങൾ കുറച്ചിനും വിളിച്ചിരുന്നു. അമ്മ മമ്മൂട്ടി സാറിൻ്റെ ഒരു ലൊക്കേഷനിലാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു സീനുണ്ട്, ഞാനും അമ്മയും പുള്ളിക്കാരനായിട്ടൊരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ പുള്ളി എൻ്റെ പേരായിട്ട് ചെയ്യുന്ന കുട്ടിയെ മോശമായിട്ട് പറയുകയും ആ സമയത്ത് ഞാനിങ്ങനെ കോളറിൽ കയറി പിടിച്ചിട്ട് അടിക്കാൻ പോകുമ്പോൾ അമ്മ എൻ്റെ കവാലത്തിൽ അടിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പോയി കണ്ടു. ഭയങ്കര ലൈവായിരുന്നു ആ സാധനം. അപ്പോൾ സാറ് ഇത് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സാർ അവിടെ വന്നിട്ട് ഗുഡ് ഇത് പറയണം, ഇതിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു 3-4 ടേക്ക് പോയി അല്ലേ? അപ്പോൾ അടി കറക്റ്റ് ആവാത്തൊരു 3-4 ടേക്ക് പോയി. ഈ 4ാമത്തെ ടേക്കിൽ നിന്ന് സാറ് ഗുഡ് 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 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പുള്ളിക്കാരന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണ്, നമുക്കൊന്നും കാണേണ്ടത് ഓക്കെ. പക്ഷേ സാറിനെ അപേക്ഷ നോക്കുകയാണെങ്കിൽ സാർ ആ ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ അത് ചെയ്യിപ്പിച്ചിട്ടേ ഇവിടെ കാര്യം അത് പക്കയായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ കാണുന്നവർക്ക് മനസ്സിലാവും, ആ സീരിയൽ കാണുന്നവർക്ക് മനസ്സിലാവും. പഞ്ചാഗ്നിയിലെ ഷോർട്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സാർ ഇങ്ങനെ സാറിൻ്റെ ഒരു പറയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സാറിൻ്റെ ഒരു സ്റ്റൈലാണ്, സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ സാറ് കാണിക്കുന്ന ഒരു പാനിങ് ഷോട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ ഷോട്ട്, ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് സാറ് ചെയ്ത് നമുക്കത് ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് അവരെ പിടിക്കൂ, അത് ഫ്രെയിമിൽ വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനൊക്കെ. വാദവരാതെ സാറിനെ കുറിച്ച് സംസാരിക്കണം, അത്രയ്ക്ക് റെസ്പെക്റ്റും അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് ഇപ്പം സാറിനെ വിളിച്ചാൽ ഞാൻ അറ്റൻഷനാണ്. അത് തീർച്ചയായിട്ടും